ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 97/2025 ചോദിച്ച മുൻവർഷ ചോദ്യപേപ്പറാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ആൻസർ എന്ന് പറയുന്നത് ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ്. തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏതു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഇറയളി എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തെ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തെ കീഴിലുണ്ടായിരുന്ന പ്രദേശം ഏതാണ്? ആൻസർ മലബാർ ആണ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ശുദ്ധി പ്രസ്ഥാനം ആര്യ സമാജവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് A ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. കാറ്റിലൂടെ തിരശ്ചീന തലത്തെ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അവിവഹനം. അപ്പോൾ അവിവഹനം എന്താണ്? കാറ്റിലൂടെ തിരശ്ചീന തലത്തെ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അവിവഹനം. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് B ആണ്. അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം. അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം ഏതാണ്? ആൻസർ 97°25 കിഴക്ക് ആണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം. പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി? പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി ഏതാണ്? ആൻസർ സിന്ധു. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിൽ ഒഴുകുന്ന ചിനാബ് നദിയുടെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഫഗ്ലിഹാർ ആണ്. കേരളത്തിൽ സർക്കാർ നടപ്പിലാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏതാണ്? ആൻസർ ജീവനം ആണ്. നഷ്ടപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ഇവരിൽ ആരാണ്? നഷ്ടപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ആരാണ്? ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന പ്രക്രിയ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ സാങ്കേതികവിദ്യയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ഏത് ചോദ്യത്തിലാണ്? ആൻസർ എന്ന് പറയുന്നത് B ആണ്. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നതാണ്. താഴെ തന്നിരിക്കുന്നത് ഏത് വിഭാഗമാണ് സാമൂഹ്യ സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ സർക്കാർ ജീവനക്കാരാണ്. അപ്പോൾ സാമൂഹ്യ സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത് സർക്കാർ ജീവനക്കാരാണ്. ഉൾപ്പെടുന്നത് ദിവസവേതനക്കാർ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ. ഇവയൊക്കെ സാമൂഹ്യ സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടുന്നതാണ്. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവ് കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചത് ആരാണ്? ആൻസർ എന്ന് പറയുന്നത് ബ്രെൻഡ് ലാൻഡ് കമ്മീഷനാണ്. ഒരു പ്രദേശത്തെ 20 അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്ക് വായ്പകൾ നൽകുന്നു. അങ്ങനെ 2 രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു. ഈ സമ്പ്രദായമാണ് എന്ത് എന്ന് പറയുന്നത്? മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് ആര് എന്നത്? ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയത് ആരാണ്? ആൻസർ ഗുരജഡ അപ്പറാവു. ഇറാൻ-ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്ന പേരാണ് ഏത് എന്ന് പറയുന്നത്? ഓപ്പറേഷൻ സിന്ധു. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് വകുപ്പ് 19 പെടാത്ത പ്രസ്താവനയാണ്. അപ്പോൾ വകുപ്പ് 19 പെടുന്നവ സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുക, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുക, ഇത് 3 വകുപ്പ് 19 വരുന്നതാണ്.
സോഷ്യലിസം, മതേതരത്വം എന്നീ രണ്ടു പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? ആൻസർ എന്ന് പറയുന്നത് ആമുഖത്തിലാണ് സോഷ്യലിസവും മതേതരത്വം എന്ന രണ്ട് പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തത്. സ്വതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി ചുവപ്പ് നാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗതയുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേർന്നു വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതിയാണ് ഈ ഗവേണൻസിനെ കുറിച്ചുള്ള പ്രസ്താവന. എന്താണ് ഈ പ്രസ്താവന? ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്, APJ അബ്ദുൽ കലാം. ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചത്. ആൻസർ എന്ന് പറയുന്നത് ചേരുംപടി ചേർക്കാൻ ആൻസർ എ ആണ്. യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് സെൻസസ്, സംസ്ഥാന ലിസ്റ്റിൽ വരുന്നതാണ് ജയിലുകൾ, കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത് വനം, അവശിഷ്ട അധികാരത്തിൽ വരുന്നത് സൈബർ നിയമങ്ങൾ. യൂണിയൻ ലിസ്റ്റ് സെൻസസ്, സംസ്ഥാന ലിസ്റ്റ് എന്ന് പറയുന്നത് സംസ്ഥാന ലിസ്റ്റിൽ വരുന്നതാണ് ജയിലുകൾ, കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ് വനം, അവശിഷ്ട അധികാരത്തിൽ വരുന്നതാണ് സൈബർ നിയമങ്ങൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവന ബി ആണ്. 2ഉം 3ഉം ആണ്. 1ഉം 4ഉം എന്താണ്? 74 ഭരണഘടനാ ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ S. ഷാജഹാൻ ആണ്. കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്ന പാരിതോഷികം താഴെ പറയുന്ന ഏതാണ്? കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്ന പാരിതോഷികം ആണ്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലക്ക് ഭക്ഷ്യസാധനങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ആൻസർ അന്ത്യോദയ അന്ന യോജനയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഇതിനുള്ള ഉത്തരവ് ഇറക്കിയത് ശ്രീമൂലം തിരുനാൾ രാജാവാണ്. ശരിയായിട്ടുള്ളത് കേരളത്തെ ആദ്യമായി തൊഴിൽ വകുപ്പ് രൂപീകരിച്ച 1946 ഇതിനുള്ള നിർദ്ദേശം നൽകിയത് CP രാമസ്വാമി അയ്യറാണ്. 1946 വരെ വ്യവസായ വകുപ്പിൻ്റെ ഭാഗമായിരുന്നു തൊഴിൽ വകുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവന രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. രാജ്യസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവന എന്ന് വെച്ചാൽ എല്ലാ പ്രസ്താവനയും തെറ്റ് ആണ്. MGNRGA പൂർണ്ണ രൂപം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് എന്നാണ് പൂർണ്ണ രൂപം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തെറ്റായ പ്രസ്താവന 2 ആണ്. ശരിയായിട്ടുള്ളത് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി മുൻപ് നൽകിയിരുന്ന വകുപ്പായിരുന്നു 370. ശരിയാണ്. ഇപ്പോൾ ജമ്മു കാശ്മീർ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ഇവിടുത്തെ ഒരു പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന വകുപ്പാണ് 370. ഇപ്പോൾ ജമ്മു കാശ്മീർ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ഇവിടുത്തെ ഒരു പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ്. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബില്ല് നിയമസഭ പാസ്സാക്കി ഗവർണറുടെ അംഗീകാരത്തിന് അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് കേരളമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, CRISPR-Cas9 സാങ്കേതിക വിദ്യയുടെ പ്രധാന പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? ആൻസർ എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞവയെല്ലാം ജീൻ തെറാപ്പി, കാർഷിക വിളകളുടെ മെച്ചപ്പെടുത്തൽ, ഘോര ചികിത്സ. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായ വാക്സിൻ്റെയും അസുഖത്തിൻ്റെയും ജോഡി തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചത്. ആൻസർ ബി ആണ്, OPV പോളിയോ ആണ്. ഓസോൺ പാളികളുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ക്ലോറോഫ്ലൂറോ കാർബൺ ആണ്. അപ്പോൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ക്ലോറോഫ്ലൂറോ കാർബൺ. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം. എന്താണ് ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം?
ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലെത്തിക്കുക എന്നതാണ്. തലച്ചോറിൻ്റെ പ്രധാന ഭാഗമായ സെറിബ്രത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് സെറിബ്രം. മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ചിന്ത, ഓർമ്മ, ബുദ്ധി എന്നിവ പരിഹരിക്കൽ, ഭാഷ, തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് സെറിബ്രം ആണ്. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് സെറിബ്രം മനുഷ്യൻ്റെ തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ്. ചിന്ത, ഓർമ്മ, ബുദ്ധി ഇവയുടെ കേന്ദ്രമാണ് സെറിബ്രം എന്ന് പറയുന്നത്. ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം? ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം ഏതാണ്? അനിയന്ത്രിതമായ ഭക്ഷണശീലമാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം. അമ്ലമഴയുടെ pH മൂല്യം അമ്ലമഴയുടെ pH മൂല്യമാണ് 5.6 താഴെയാണ് അമ്ലമഴയുടെ pH. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണ്? ആൻസർ 3-ാം ചലന നിയമം. വൈദ്യുതകാന്തിക തരംഗങ്ങളെ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ്? ആൻസർ ഗാമ കിരണത്തിനാണ് ആവൃത്തി ഏറ്റവും കൂടുതൽ. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജിയുടെ മൂല്യം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 0 ആണ്. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR 450 അനാച്ഛാദനം ചെയ്ത രാജ്യം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ചൈനയാണ്. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR 450 അനാച്ഛാദനം ചെയ്ത രാജ്യം ചൈന. നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ ഗവേഷണത്തിനു ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ആണ്. സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്തുക. ആൻസർ എന്ന് പറയുന്നത് 3 മോൾ ആണ്. ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേര് എന്താണ്? അതിപൂരിത ലായനി എന്നാണ് പറയുന്നത്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹസങ്കരമാണ്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ട അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ പുറത്തുവരുന്ന വാതകം ഏതാണ്? ആൻസർ അസറ്റിലീൻ ആണ്. പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം ടൂള് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ആൽഫ ഫോൾഡ് ആണ്. 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ഏതെല്ലാമാണ്? ആൻസർ എന്ന് പറയുന്നത് പണിയ നൃത്തം, പളിയ നൃത്തം, ഇരുള നൃത്തം, മംഗലം കളി, മലപുലയ ആട്ടമാണ്. താഴെ കൊടുത്തിരിക്കുന്ന 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരാണ്? ആൻസർ ഗുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ഭാക്കർ. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ഏതാണ് എന്ന് ചോദിച്ചാൽ റെയിൽവേ കമാന പാലമാണ് ചെനാബ് റെയിൽവേ പാലം. ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നിരീശ്വരൻ വിജെ ജെയിംസ് ആണ്. മീശ എസ് ഹരീഷ്. ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്ന് പറയുന്നത് NS മാധവൻ. സമ്പർക്ക് ക്രാന്തി ബി ഷിനിലാലാണ്. കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയാണ് ഏത് എന്ന് പറയുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം. ശരിയായ ജോഡി കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ബി ആണ്. വൈശാഖ മഹോത്സവം കൊട്ടിയൂർ ക്ഷേത്രം, പുത്തിരി തിരുവപ്പന ശ്രീ മുത്തപ്പൻ ക്ഷേത്രം, പറശ്ശിനിക്കടവ്. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്ട്രി ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ
ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. താഴെ പറയുന്ന ഒരു ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലാത്തത് ഏതാണ്? ലിബർ ഓഫീസ് ഇംപ്രസ് ആണ് ഒരു ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലാത്തത്. അപ്പോൾ ഒരു ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് MySQL, ഒറാക്കിൾ ആൻഡ് മൈക്രോസോഫ്റ്റ് ആക്സസ്. ഡാഷ് ഒരു സ്വതന്ത്ര വിവരവിനിമയ നവ സാമൂഹ്യ മാധ്യമമാണ്. ഏത് എന്ന് പറയുന്നത്? ഡയാസ്പൊറ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര വിവരവിനിമയ നവ സാമൂഹ്യ മാധ്യമം ആണ്. 2025 ജാനുവരി ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ഏതാണ്? ആൻസർ ഡീപ്സീക്ക് ആണ്. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? അമരാവതി. വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കാത്ത വിവരം പ്രസ്താവിക്കുക. വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കാത്ത വിവരം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 1 മാത്രമാണ്. സംസ്ഥാന നിയമസഭയ്ക്ക് നിഷേധിക്കാനാവാത്ത വിവരം, അതാണ് ഒഴിവാക്കാത്ത വിവരം. അപ്പോൾ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചത്? പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത് ആൻസർ 338 ആണ്. ഗാർഹിക പീഡന നിയമത്തിലെ 12ാം വകുപ്പ് പ്രകാരം ആർക്കൊക്കെ അപേക്ഷ നൽകാം? ആർക്കൊക്കെയാണ് അപേക്ഷ നൽകാൻ കഴിയുന്നത്? 4 മാത്രം. എല്ലാം ശരിയാണ്. പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രം, ഏതൊരാൾക്കും, പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്കും, പ്രൊട്ടക്ഷൻ ഓഫീസർക്കും. പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വിഭാവനം ചെയ്യപ്പെട്ട പ്രായം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ C ആണ്, 2 ആണ്. അത് 18 വയസ്സിന് താഴെയുള്ളത് കുട്ടിയിൽ വരുന്നതാണ്. പോക്സോ നിയമപ്രകാരം കൗമാരക്കാർക്കിടയിലെ ലൈംഗികതയെ അപ്പാടെ കുറ്റകരമാക്കുന്നത് ആശങ്കാജനകമാണെന്ന് പ്രതിപാദിക്കുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്ന് പറയുന്നത് A ആണ്, 283 റിപ്പോർട്ട്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമത്തെ S2D രക്ഷിതാവ് എന്നതിൽ വരുന്നത് ഏതാണ്? ആൻസർ എന്ന് പറഞ്ഞാൽ C ആണ്, 3 മാത്രം. അതായത് 1ഉം 2ഉം ആണ്. അത് ജന്മം നൽകിയ രക്ഷിതാവും ദത്തെടുക്കുന്നവരും, രണ്ടാനച്ഛനും രണ്ടാനമ്മയും. ഓക്കെ ഫ്രണ്ട്സ്.